ജെസി മാഡം. യെസ് സ്റ്റീഫ, എന്താ കാര്യം? മാഡം, അത് എനിക്കൊരു കാര്യം നിങ്ങളോട് രണ്ടുപേരോടും കൂടെ പറയാനുണ്ടായിരുന്നു. ആദ്യം നീ എന്നോട് പറഞ്ഞു, ഞാൻ കേട്ടിട്ട് ഇച്ചാനോട് പറയണോന്ന് തീരുമാനിക്കാം. അത് പിന്നെ മാഡം, ഈ ഫോട്ടോസ് ഒന്ന് നോക്ക്. ഇതെങ്ങനെ? ഇച്ചായ 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 ഇച്ച ഇതൊന്ന് നോക്കി. എന്താ ചേച്ചി? കണ്ടു നോക്ക് ഫോട്ടോസ് ഒക്കെ. പൊന്നാരമോന്റെ കല്യാണ ഫോട്ടോസ്. ഇത് സത്യമാണോ? കണ്ടില്ലേ അവന്റെ തന്നിഷ്ടം. എങ്കിലും എനിക്ക് പേടിയുണ്ട് ഇച്ചായ. ഈ കല്യാണം കഴിച്ചിരിക്കുന്ന കുട്ടി ഏത് വിധത്തിലുള്ളതാണെന്ന് ആർക്കറിയാം. നമ്മുടെ മോനെ അവിടെ കാശിന് വേണ്ടി കൊല്ലാനെങ്കിലും മടിക്കൂ. എനിക്കെല്ലാം ഓർത്തിട്ട് പേടിയാവുന്നു. എന്താ ഇപ്പൊ ചെയ്യാ? എനിക്കൊന്ന് കിടക്കണം, വല്ലാത്ത തലവേദന. ഇത്ര ഇതൊക്കെ കണ്ടിട്ടും നിങ്ങൾക്ക് ഒന്നും പറയാനില്ലേ? എന്തായിച്ച എങ്ങനെ? ഇയാളെ മോനെയും തമ്മിൽ തെറ്റിക്കാൻ കിട്ടിയ അവസരം ഇത്. എങ്ങനെയെങ്കിലും മാക്സിമം മുതലാക്കണം. പക്ഷെ ഈ വന്നവിടെ ഇത് എവിടുന്ന? അവൻ അങ്ങനെ ഒരു അഫെയർ ഉള്ള പോലും എനിക്കറിയില്ല. ഞാൻ ഇനി അലീനയോട് എന്ത് പറയും? റീത്ത, നീ കേട്ടില്ലേ നമ്മുടെ മോന്റെ കല്യാണം കഴിഞ്ഞു? അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. അവന്റെ അച്ഛനായി എന്നിൽ നിന്ന് എങ്ങനെ ഇവരെ ഒളിച്ചു വെക്കാൻ തോന്നി? ഒന്നറിയിക്കുക പോലും ചെയ്യാതെ. അത്രയ്ക്ക് ഞാൻ എന്റെ കുഞ്ഞിനെ വെറുക്കപ്പെട്ടവനായോ? എന്റെ ചക്കര ഇവിടെ എന്തെടുക്കുമായിരുന്നു? ആണോ? എന്നാ വാവ ടോയ്സ് ഒക്കെ വെച്ച് കളിച്ചു കേട്ടോ. പപ്പ ഇപ്പൊ ഫ്രഷ് ആയിട്ട് വരാവേ. ജിയാണ, റൂമിലേക്ക് വാ. എന്താ എന്താ നിന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? അല്ല, എന്റെ മോളോട് എന്താ പെട്ടെന്നൊരു സ്നേഹപ്രകടനമൊക്കെ? എന്താടി നിന്റെ ഉദ്ദേശം? ഞാനിപ്പോ ലീഗലി നിങ്ങളുടെ ഭാര്യയാണല്ലോ. അപ്പൊ നിങ്ങളുടെ മോള് എന്റെ മോളുടെ സ്ഥാനത്തല്ലേ, അതുകൊണ്ടാ. ഗുഡ്. പക്ഷേ സ്നേഹം നടിച്ചെന്റെ കൊച്ചിനെ വല്ലതും ചെയ്യാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ നീ പിന്നെ ജീവനോടെ കാണില്ല, പറഞ്ഞേക്കാം. മറ്റുള്ളവരെ ഉപദ്രവിക്കാനും കരയിപ്പിക്കാനും ഞാൻ റോഷൻ മാത്യു അല്ല, ജിയോണ. ഇതിനുള്ള മറുപടി ഞാൻ നിനക്ക് പിന്നെ തന്നോളാം. എന്താ നിന്റെ ഈ പെട്ടെന്നുള്ള മാറ്റത്തിന്റെ പിന്നെ? അതാ എനിക്കറിയേണ്ടത്. പറയടി. ക്ലാരിറ്റി അല്ല എന്നോട് പറഞ്ഞു. ഓ, നിങ്ങൾക്കപ്പോ ഫാമിലി ഒക്കെ ഉണ്ടായിരുന്നു, എന്നിട്ട് എന്താ ഇത് എന്നോട് പറയാതെ? എല്ലാ കാര്യവും നിന്റെ അടുത്ത് എഴുന്നേൽക്കണമെന്ന് വല്ല നിയമമുണ്ടോ? ഈ മോശാട്ടൻ. ആ ക്ലാര വന്നു. അവള് കിടന്നുറങ്ങിപ്പോയി ചേച്ചി. എനിക്കത് തോന്നി, അതാ ഞാൻ അവളെ എടുക്കാൻ വന്നേ. എന്നാ ശരി, ഞാൻ പോട്ടെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സർ. ഗുഡ് നൈറ്റ് ജിഹണ. ഇവ പോയി. ഇനി വാട്ട് ഈസ് നെക്സ്റ്റ്?
വിട്. Don't dare to touch me. Who cares, baby? Let's go. Are you going to let this shit go? ക്ലാര, ചായ. ദാ ചായ. ഹ, ഇതാര്? എന്താ പെട്ടെന്ന് എന്നോടൊരു സ്നേഹം? അതോ ഇനിയും ഉത്തമയായ ഭാര്യയാകാനുള്ള ട്രെയിനിങ്ങിന്റെ ഭാഗമാണോ ഇത്? ഉത്തമയായ ഭാര്യ ഈസ് മൈ ഫുഡ്. അങ്ങനെ സ്വപ്നത്തിൽ പോലും നിങ്ങൾ വിചാരിക്കണ്ട. ക്ലാരി ജീവിക്ക് ഫുഡ് കൊടുത്തോണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഞാനിത് കൊണ്ടുവന്നേ. അല്ലാതെ നിങ്ങളോടുള്ള സ്നേഹം കൂടുതലും കൊണ്ടൊന്നുമല്ല. വെറുതെ മനക്കോട്ട കെട്ടാണ്ടായിരുന്നു. നീ എന്നെ ഇഷ്ടപ്പെടണമെന്നും എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല. ഇതുപോലെ നിന്ന് പഞ്ച് ഡയലോഗ് അടിക്കുമ്പോ ഇടയ്ക്കൊരു കാര്യം ഓർക്കുന്നത് നല്ലതാ. എത്ര കടന്ന് ചാടിയാലും ലാസ്റ്റ് നീ എന്റെ കൈ തന്നെയല്ലേ വരുന്നത്. സർ, നമുക്കിറങ്ങാം. മീറ്റിംഗിന് സമയമാകുന്നു. ആ സുബിൻ, ഞാനിപ്പോ വരുന്നു. നീ വണ്ടി റെഡിയാക്കി നിർത്ത. ഓക്കെ സർ. ജീവന, ഞാൻ ഓഫീസിലേക്ക് പോവാ. എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിക്കണം. എന്നോട് അനുവാദം ചോദിക്കാതെ ഇവിടുന്ന് എങ്ങോട്ടും പോയേക്കരുത്. ഓക്കെ? ചേച്ചി, എന്താ ജിയോണ? അത് റോഷന്റെ അനിയൻ ജോഷുവയ്ക്കും അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഇവമോളെ പറ്റി അറിയോ? ഇല്ല. റോഷൻ സാറ് എന്നെയും കൊണ്ട് അവരുടെ വീട്ടിൽ ചെന്നെന്ന് അന്നാ ഞാൻ അവസാനമായിട്ട് അവരെ കണ്ടത്. അതേ പിന്നെ ജോഷുവയോ മാത്യു സാറിനെയോ ജെസി മാഡത്തെയോ ഒന്നും ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. മാത്യു സാറിനോട് ജെസി മാഡം റോഷൻ സാറിനെയും എന്നെയും കുറിച്ച് തെറ്റിദ്ധരിപ്പിച്ചാ പറഞ്ഞേക്കുന്നത്. ജോഷു ചെയ്ത തെറ്റ് അവർ മനഃപൂർവ്വം റോഷൻ സാറിന്റെ തലയിൽ കൊണ്ട് കെട്ടിവെക്കാൻ നോക്കി. ശരിക്കും പറഞ്ഞാൽ ആ വൃത്തികെട്ട സ്ത്രീയാ റോഷൻ സാറിനും മാത്യു സാറിനും ഇടയിൽ ഈ അകൽച്ച ഉണ്ടാക്കുന്നത്. ജോഷുവെ ഇങ്ങനെ ആക്കിയതും ആ സ്ത്രീ തന്നെയാ. പണ്ട് ജോഷുവയ്ക്ക് റോഷൻ സാറിനെ വലിയ കാര്യമായിരുന്നു നമ്മ പറയാറുണ്ടായിരുന്നു. ജോഷുവയും ജെസി മാഡവും മാത്യു സാറും എന്റെ കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് കളഞ്ഞു എന്നാണ് വിശ്വസിച്ചിരിക്കുന്നത്. അവർക്കറിയില്ല ഇവ മോള് ജനിച്ച കാര്യവും ഞാൻ റോഷൻ സാറിന്റെ തണലിലാണ് ജീവിക്കുന്നതെന്നും എന്റെയും എന്റെ കുഞ്ഞിന്റെയും എന്റെ അനിയത്തിയുടെയും കാര്യങ്ങളെല്ലാം നോക്കുന്നത് റോഷൻ സാറാണെന്നും അവർക്കറിയില്ല. അവര് ചേച്ചി കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കാൻ കാരണം എന്താ? അവരെ അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചത് റോഷൻ സാറ് തന്നെയാണ്. എന്നെ ജോഷു ഒന്ന് ഭീഷണിപ്പെടുത്തിയതും ജെസി മാഡം റോഷൻ സാറിന്റെ മുന്നിൽ വെച്ച് തന്നെ എന്നെ കൊല്ലുമെന്നൊക്കെ പറഞ്ഞത് കേട്ടതുകൊണ്ട് റോഷൻ സാറിന് മനസ്സിലായി അവരെന്നെ കൊല്ലാൻ വേണ്ടി ഏത് അറ്റം വരെയും പോകുന്നു. റോഷൻ സാറിന് മനസ്സിലായോണ്ട് സാറാ അവരോട് ഈ കള്ളം പറഞ്ഞത്. ഞാൻ കുഞ്ഞിനെ അബോർട്ട് ചെയ്തതൊന്നും ഞാൻ പുതിയൊരു ജോലിക്കായിട്ട് കുവൈറ്റില് പോയിരിക്കാം. അയാള് വലിയ മാഫിയ ബോസൊക്കെയല്ലേ. ആരെങ്കിലും ശത്രുക്കൾ വന്ന് അയാളുടെ ഗാർഡ്സിന് കൈകാര്യം ചെയ്യുന്നല്ലേ ഉള്ളൂ. പിന്നെന്താ അയാള് ചേച്ചിയുടെ കാര്യം മറച്ചു വെച്ചത്? സാറിന് ഒന്നും രണ്ടുമല്ല, ഒരുപാട് ശത്രുക്കളുണ്ട് ചെയ്യണ. അവരൊക്കെ നമ്മളെ കൊല്ലാൻ പോലും മടിക്കില്ല. അതുകൊണ്ടാ സാറ് നിന്നോട് പോലും എങ്ങോട്ടും പോകണ്ടെന്ന് പറയുന്നത്. അല്ലെങ്കിലും മറ്റുള്ളവരുടെ ജീവൻ എടുക്കുമ്പോൾ അയാൾ ഓർക്കാറില്ലല്ലോ. അയാൾക്കും ബന്ധുക്കളും ഭാര്യയും അനിയത്തി അനിയനും ഒക്കെ ഉണ്ടെന്ന്. അല്ല ചേച്ചി, ഈ ജോഷു ഇവിടെ തന്നെയുണ്ടോ? ഇല്ല, ഈ സംഭവങ്ങളൊക്കെ നടന്നു കഴിഞ്ഞ പിന്നെ മാത്യു സാറ് ജോഷുവെ പാരീസിലെ അവരുടെ ബിസിനസ് നോക്കാനായിട്ട് പറഞ്ഞയച്ചു. അതിൽ പിന്നെ ഇന്നേവരെ കണ്ടിട്ടില്ല. കാണരുതെന്ന് ഞാൻ ഇന്നും പ്രാർത്ഥിക്കാറുണ്ട്. സാരമല്ല ചേച്ചി, അവനെ പോലെ ഒരുത്തനെ എന്റെ ചേച്ചിക്ക് ആവശ്യമില്ല. ജോഷ, നീ എന്നെ വിട്ടു പോവൂ? നിന്നെ ഉപേക്ഷിക്കണമെങ്കിൽ ഞാൻ മരിക്കണം ക്ലാര. നിനക്കെന്നെ തീരെ വിശ്വാസമില്ലേ? നമ്മുടെ സ്നേഹത്തിൽ നിനക്ക് വിശ്വാസമില്ലേ? നമ്മളെ ആരൊക്കെ അകറ്റിയാലും ആരൊക്കെ വേർപിരിക്കാൻ ശ്രമിച്ചാലും നീ എനിക്ക് വേണ്ടി കാത്തിരിക്കണം. ഞാൻ വരും. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ പറ? അല്ല, കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞല്ലോ. കഴിഞ്ഞു. അതിന് അല്ല, വേറൊന്നുമല്ല. കല്യാണം കഴിഞ്ഞതിന് ശേഷം വധുവിന്റെ വീട്ടില് പോകുന്നൊരു ചടങ്ങുണ്ട്. അതെല്ലാരും സാധാരണ നടത്താറുള്ളതാ.
എന്റെ വീട്ടിലോട്ടും പോകുന്നില്ലേന്ന് ചോദിക്കാൻ വന്നതായിരുന്നു. അതിനിത് സാധാ കല്യാണമല്ലല്ലോ, ഭീഷണി കല്യാണമല്ലേ? അങ്ങനല്ലേ നീ പറയാറ്? പിന്നെന്തിനാണ് അങ്ങനെ ഒരു കല്യാണത്തിന് ഇത്തരം ചടങ്ങുകൾ? അയ്യോ, വേറൊന്നും കൊണ്ടല്ല. ഞാൻ ഈ കല്യാണം അംഗീകരിച്ചതും കൊണ്ടുമല്ല. എന്റെ അച്ഛനെ അമ്മയും ഞാനിവിടെ ഒരു കുഴപ്പമില്ലാതെ ജീവിക്കുന്നതെന്ന് വിശ്വസിപ്പിക്കാനും, പിന്നെ നിങ്ങൾ എന്നെ കെട്ടിയെന്ന് നാട്ടുകാരെല്ലാം അറിഞ്ഞു കാണുമായിരിക്കുമല്ലോ, അവരെ കൂടെ ഒന്ന് ബോധിപ്പിക്കാനും കൂടി വേണ്ടിയിട്ടാ. അല്ലാതെ നിങ്ങളെ ഓർത്തോ നിങ്ങളുടെ താലിമാല ഞാൻ അക്സെപ്റ്റ് ചെയ്തതുകൊണ്ടോ ഒന്നുമല്ല. ഓഹോ, എന്നാലേ നിന്റെ തന്തയും തള്ളയും നാട്ടുകാരെയും ബോധിപ്പിക്കാനായിട്ട് എനിക്ക് കളയാൻ സമയമില്ല. ഐ എം വെരി സോറി. ലിലി, ഡോർ ഓപ്പൺ ചെയ്. ആരാ ലിലി അത്? നിനക്ക് പരിചയമില്ലാത്തവരാ.